മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസിനെതിരെ ഭീഷണി മുഴക്കിക്കൊണ്ട് പാകിസ്ഥാൻ യുവാവ് രംഗത്ത്. മാലിക് ഷഹബാസ് ഹുമയോൺ രാജ്ദേവ് എന്ന് സ്വയം പരിചയപ്പെടുത്തിയ വ്യക്തിയാണ് വാട്സാപ്പിലൂടെ സന്ദേശം അയച്ചിരിക്കുന്നത്. ഇന്ന് രാവിലെയായിരുന്നു ഭീഷണി സന്ദേശം ലഭിച്ചതായി പോലീസ് വൃത്തങ്ങൾ വ്യക്തമാക്കുന്നതും. ഒരു പാകിസ്ഥാൻ ഫോൺ നമ്പറിൽ നിന്നുകൊണ്ടാണ് വാട്സാപ്പിലൂടെ സന്ദേശം അയച്ചിരിക്കുന്നതും. മാത്രമല്ല, സന്ദേശം ലഭിച്ചതിനെ തുടർന്നുകൊണ്ട് മുംബൈ പോലീസ് അതീവ ജാഗ്രതയാണ് പുലർത്തുന്നതും. വാട്സാപ്പ് വഴി മുംബൈ ട്രാഫിക് പോലീസിനാണ് സന്ദേശം അയച്ചിരിക്കുന്നതും. മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയുടെ ഓഫീസ് ആക്രമിക്കുന്നു എന്നാണ് ഭീഷണി സന്ദേശത്തിൽ പറയുന്നതും. കഴിഞ്ഞയാഴ്ച മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെയ്ക്കും ഒരു അജ്ഞാത അക്കൗണ്ടിൽ നിന്നും ഇമെയിൽ വഴി വധഭീഷണി ലഭിച്ചിരുന്നു എന്നതും ശ്രദ്ധേയമായ കാര്യമാണ്. ഷിൻഡെയുടെ കാർ ബോംബ് വെച്ച് തകർക്കുമെന്ന് അയച്ചയാൾ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്. നിലവിലെ സംഭവത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം പുരോഗമിച്ചു വരികയാണ്. അതേസമയം കഴിഞ്ഞ ദിവസം ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാന്റെ തോൽവിയിൽ മനം നൊന്നുകൊണ്ട് പാകിസ്ഥാൻ സിന്ദാബാദ് വിളിച്ച മാൽവാനിലെ തീവ്ര ഇസ്ലാമിസ്റ്റിന്റെ കട ബുൾഡോസർ കൊണ്ട് ഇടിച്ചു നിരത്തിയിരുന്നു. മഹാരാഷ്ട്ര കൊങ്കണിലെ മാൽവാനിൽ ക്രിക്കറ്റ് മത്സരത്തിന് ശേഷം തീവ്ര ഇസ്ലാമിസ്റ്റായ യുവാവ് ഇന്ത്യക്കെതിരെ മുദ്രാവാക്യം വിളിച്ചിരുന്നു. ഒപ്പം പാകിസ്ഥാന് സിന്ദാബാദ് മുഴക്കുകയും ചെയ്തു. സംഭവം വിവാദമായതോടെ തന്നെ യുവാവിനെതിരെ നടപടി എടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ശിവസേന MLA നിലേഷ് റാണെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. തുടർന്ന് മാൽവാൽ മുനിസിപ്പൽ കൗൺസിൽ ഭരണകൂടം യുവാവിന്റെ കട ബുൾഡോസർ ഉപയോഗിച്ചുകൊണ്ട് ഇടിച്ചു നിരത്തുകയാണ് ചെയ്തതും. നിലേഷ് റാണെ യുവാവിനെതിരെ സ്വീകരിച്ച നടപടിയുടെ വീഡിയോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയ X അക്കൗണ്ടിൽ പങ്കുവെക്കുകയും ചെയ്തിരുന്നു. അതേസമയം അതിന് നന്ദി അറിയിച്ചുകൊണ്ട് അദ്ദേഹം തന്നെ രംഗത്തെത്തുകയും ചെയ്തിരുന്നു. ഇന്നലെ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തിനു ശേഷം മാൽവാനിലെ ഒരു മുസ്ലിം കുടിയേറ്റ സ്ക്രാപ്പ് വ്യാപാരി ഇന്ത്യ വിരുദ്ധ മുദ്രാവാക്യങ്ങൾ വിളിച്ചു. ഒരു നടപടി എന്ന നിലയിൽ ഞങ്ങൾ ഇയാളെ ജില്ലയിൽ നിന്ന് പുറത്താക്കും. അതിനു മുൻപ് തന്നെ ഇയാളുടെ കട ഒഴിപ്പിച്ചുകൊണ്ട് മാൽവാൻ മുനിസിപ്പൽ കൗൺസിൽ ഭരണകൂടത്തിനും പോലീസിനും നന്ദി എന്നായിരുന്നു അദ്ദേഹം Xൽ പങ്കുവച്ച കുറിപ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ICC ചാമ്പ്യൻസ് ട്രോഫിയിൽ പാകിസ്ഥാനെ തകർത്തെറിഞ്ഞിരുന്നതിനു പിന്നാലെ ആഘോഷ തിമിർപ്പിലായിരുന്നു രാജ്യം. പടക്കം പൊട്ടിച്ചും വന്ദേ മാതരം മുഴക്കിയും നൃത്തം ചെയ്തുകൊണ്ടായിരുന്നു പലരും ഇന്ത്യയുടെ വിജയത്തെ ആഘോഷമാക്കിയതും. എന്നാൽ ഇതിന്റെ എല്ലാം തുടർക്കഥയായിട്ടാണോ മഹാരാഷ്ട്ര മുഖ്യമന്ത്രിക്ക് ഭീഷണി സന്ദേശം ലഭിച്ചതെന്നതും അറിയേണ്ടതുണ്ട്. അതേസമയം കഴിഞ്ഞ മാസം പ്രധാനമന്ത്രിക്ക് നേരെയും ഭീഷണി സന്ദേശം വന്നിരുന്നു. മോദിയെ വധിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് മുംബൈ പോലീസിനാണ് ഭീഷണി സന്ദേശം അയച്ചതും. ട്രാഫിക് പോലീസിന്റെ ഹെൽപ്പ് ലൈൻ നമ്പറിലേക്കായിരുന്നു, അതിന്റെ വാട്സാപ്പ് നമ്പറിലേക്കായിരുന്നു സന്ദേശം എത്തിയതും. 2 ISI ഏജന്റുമാരെയും മോദിയെ ലക്ഷ്യമിട്ടുകൊണ്ട് ബോംബ് സ്ഫോടനം നടത്തുമെന്നാണ് സന്ദേശത്തിൽ പറയുന്നത്. സന്ദേശം അയച്ച നമ്പർ രാജസ്ഥാനിലെ അജ്മീറിൽ നിന്നാണ് എന്ന് കണ്ടെത്തുകയും ചെയ്തിരുന്നു. പ്രതിയെ പിടികൂടാൻ പോലീസ് സംഘത്തെ അവിടേക്ക് അയച്ചതായും ഒരു ഉദ്യോഗസ്ഥൻ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. സന്ദേശം അയച്ചയാൾ മാനസിക വിഭ്രാന്തിയുള്ള ആളാണോ അല്ലെങ്കിൽ മദ്യലഹരിയിലാണോ എന്ന് സംശയിക്കുന്നതായും അന്വേഷണ ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ അറിയിച്ചതാണ്. കൂടുതൽ വിവരങ്ങൾക്കായി അന്വേഷണം തുടരുകയാണ് എന്നും ഉദ്യോഗസ്ഥർ പറയുകയും ചെയ്തിരുന്നു. അതേസമയം ഇത് ആദ്യമായിട്ടല്ല പ്രധാനമന്ത്രിക്കെതിരെ വധഭീഷണി മുഴക്കിക്കൊണ്ട് ഭീകരർ രംഗത്ത് വരുന്നതും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വധിക്കുമെന്ന് സമൂഹ മാധ്യമത്തിലൂടെ ഭീഷണി മുഴക്കിയാൾ അറസ്റ്റിലായി എന്ന വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. കർണാടക യഗ്നൽ സ്വദേശിയായ മുഹമ്മദ് റസൂൽ എന്നയാളാണ് സമൂഹ മാധ്യമത്തിൽ ഭീഷണി സന്ദേശം പോസ്റ്റ് ചെയ്തതും. ഭീഷണി സന്ദേശത്തിനിടെ വാളെടുക്കാനുള്ള ആയുധങ്ങളും ഇയാൾ വീഡിയോയിൽ പ്രദർശിപ്പിക്കുന്നതും കാണാം. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.